എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 23 മുതൽ 48 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം ആരംഭിച്ച ശേഷം അവിടുന്ന് പറഞ്ഞ അനേക ഉപദേശങ്ങൾ നാം മുൻപ് കേട്ടുവല്ലോ. 23-24 വാക്യങ്ങളിൽ ദൈവത്തിന് യാഗം അർപ്പിക്കുവാൻ പോകും മുമ്പ് സഹോദരനുമായി നിരപ്പ് പ്രാപിക്കണമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ആമോസ് 5-ാം അധ്യായം 21-22 വരെയുള്ള വാക്യങ്ങളിൽ നിങ്ങളുടെ മത്സരങ്ങളെ ഞാൻ ദ്വേഷിച്ചു നിരസിക്കുന്നു. നിങ്ങളുടെ സഭായോഗങ്ങളിൽ എനിക്ക് പ്രസാദമില്ല. നിങ്ങൾ എനിക്ക് ഹോമയാഗങ്ങളും ബോധനയാഗങ്ങളും അർപ്പിച്ചാലും ഞാൻ പ്രസാദിക്കില്ല എന്ന് ദൈവം അരുളി ചെയ്യുന്നു. മറ്റു മനുഷ്യരെ സ്നേഹിക്കാതെ സഹോദരന്മാരെ വെറുക്കുന്ന ഒരുവന് ദൈവത്തെ യഥാർത്ഥമായി ആരാധിക്കാൻ യോഗ്യനല്ല. അവന്റെ ആരാധന വ്യർത്ഥമാണെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. 25-ാം വാക്യത്തിൽ നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപൻ സേവകനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും എന്ന് പറയുന്നു. ഈ വാക്യം പാപിയുടെ അവസ്ഥയെ സൂചിപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ഇവിടെ പറയുന്ന പ്രതിയോഗി എന്നത് നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം നമുക്ക് വിരോധവും പ്രതികൂലവുമായിരിക്കുന്ന കയ്യെഴുത്ത് എന്ന ചട്ടങ്ങളും പ്രമാണങ്ങളും ആണ് എന്ന് മനസ്സിലാക്കാം. വഴിയിലായിരിക്കുക എന്നത് മരണം വരെയുള്ള ജീവിതയാത്രയെ സൂചിപ്പിക്കുന്നു. മരണശേഷം അർഹമായിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് മോചനം നേടുന്നതിന് വഴിയിൽ വെച്ച് അഥവാ ഈ ലോകത്തിൽ അവസരമുള്ളപ്പോൾ കർത്താവിലൂടെയുള്ള രക്ഷ പ്രാപിച്ച് ക്രിസ്തു മുഖാന്തരം ദൈവത്തോട് നിരന്നുകൊള്ളണം എന്ന് സൂചിപ്പിക്കുന്നു. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ. അവന്റെ കോപം ക്ഷണനേരത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ എന്ന് സങ്കീർത്തനം 2:12 വാക്യത്തിൽ ദാവീദ് പറയുന്നു. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട് എന്ന് റോമലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ദൈവവചനം നമ്മളോട് പറയുകയാണ്. 27-28 വാക്യത്തിൽ വ്യഭിചാരം ചെയ്യരുത് എന്ന കൽപ്പനയെ പുനർനിർവചിക്കുന്നതായി കാണാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് കൊല ചെയ്യരുത് എന്ന് ഇസ്രായേൽ ജനത്തിന് ന്യായപ്രമാണം നൽകുമ്പോൾ ദൈവം കൽപ്പിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ന്യായപ്രമാണം അനുസരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്വയനീതി അന്വേഷിക്കുന്ന ഒരു വ്യക്തി വ്യഭിചാരം എന്ന കൽപ്പന ലംഘിച്ചിട്ടില്ല എന്ന് അവൻ അഹങ്കാരത്തോടെ പറയുമ്പോഴും ലൈംഗിക ആസക്തിയോടെ സ്ത്രീയെ നോക്കുകയോ അയാളുടെ ഹൃദയം മ്ലേച്ഛമായ മനോവികാരങ്ങൾക്ക് അടിമപ്പെട്ടു എങ്കിലോ ഹൃദയം കൊണ്ട് ചെയ്ത ആ കാര്യം ദൈവ മുൻപാകെ വ്യഭിചാരം ചെയ്തു പോയതിന് തുല്യമാണ് എന്ന് കർത്താവ് വ്യക്തമായി പഠിപ്പിക്കുന്നു. 29-30 വാക്യങ്ങളിൽ വലത് കണ്ണോ വലതു കൈയോ പാപത്തിന് കാരണമാകുന്നുവെങ്കിൽ അതിനെ ഇല്ലാതാക്കുക എന്ന് കർത്താവ് പറയുന്നത് ശ്രദ്ധിക്കുക. വലത് കണ്ണോ വലതു കൈയോ അക്ഷരീകമായി നഷ്ടപ്പെടുത്തണം എന്നല്ല ഇവിടെ കർത്താവ് പറയുന്നത്. പ്രത്യുത നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യവും ഏറ്റവും അത്യന്താപേക്ഷിതവും എന്ന് കരുതുന്ന കാര്യങ്ങളെ വ്യക്തികളോ പാപകാരണമായി നമ്മെ വീഴ്ത്തി ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു എങ്കിൽ അവ ഉപേക്ഷിക്കാൻ തയ്യാറാകണം എന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. ദൈവത്തിന്റെ മുമ്പിൽ നമ്മുടെ ജീവിത വിശുദ്ധി അതിപ്രധാനമാണ് എന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. 31-32 വാക്യങ്ങളിൽ ഭാര്യയെ ഉപേക്ഷിക്കരുത് എന്ന് കർത്താവ് കൽപ്പിക്കുന്നതായി കാണാം. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കണം എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ എന്ന് ആവർത്തന പുസ്തകം 24-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് പറയുന്നു. ഞാനോ നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ നിയമ വിശ്വാസികൾക്കുള്ള ഉപദേശമായി കർത്താവ് പറയുന്നത്. വ്യഭിചാരം കാരണമായി അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവരും അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയെ വിവാഹം ചെയ്യുന്നവരും വ്യഭിചാരം എന്ന പാപമാണ് ചെയ്യുന്നത് എന്നാണ് മലാക്കി 2-ാം അധ്യായം 16-ാം വാക്യത്തിൽ ദൈവം വിവാഹമോചനം വെറുക്കുന്നു എന്നും മത്തായി 19-ാം അധ്യായത്തിന്റെ 8-ൽ ഇസ്രായേൽ ജനത്തിന്റെ ഹൃദയ കാഠിന്യം കാരണം ആണ് മോശ ജനത്തിന് വിവാഹമോചനം അനുവദിച്ചത് എന്നും നാം വായിക്കുന്നു. എന്നാൽ പുതിയ നിയമ വിശ്വാസികൾ വ്യഭിചാരം കാരണമായി അല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണ് എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 33-37 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തെ കൊണ്ടോ സ്വർഗത്തെ കൊണ്ടോ യെരുശലേമിനെ കൊണ്ടോ തലയിൽ കൈവച്ചോ അങ്ങനെ യാതൊന്നിനെയും കൊണ്ടോ സത്യം ചെയ്യരുത് എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഇവയെല്ലാം ദൈവത്തിന്റെ അവകാശത്തിലും പരമാധികാരത്തിലും പെട്ടവയാണ് എന്ന് ഓർപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾ അതെ അല്ലെങ്കിൽ അല്ല എന്നായിരിക്കട്ടെ, അല്ലാതെ ഉള്ള എല്ലാ വ്യർത്ഥ വാക്കുകൾ സാത്താനികമാണ് എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. 38-39 വരെയുള്ള വാക്യങ്ങളിൽ കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന പുറപ്പാട് 21-ാം അധ്യായം
അധ്യായം 24 ഉദ്ധരിച്ച് കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത് ദുഷ്ടനോട് എതിർക്കരുത് എന്നും വലത് കർണത്തെ അടിക്കുന്നവന് ഇടത് കർണം കാണിച്ചു കൊടുക്കണം എന്നുമാണ്. മോശ മുഖാന്തരം വന്ന ന്യായപ്രമാണം ഇസ്രായേൽ കർക്കശമായ രാഷ്ട്ര നിയമം എന്ന നിലയിലായിരുന്നു നൽകപ്പെട്ടത്. എങ്കിൽ കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നപ്പോൾ അവിടുന്ന് തന്റെ ശിഷ്യന്മാരോട് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ പൂർണ്ണ സഹിഷ്ണുതയെയും ക്ഷമയെയും പ്രാർത്ഥനയെയും മുൻനിർത്തുന്ന ഒരു ത്യാഗ ജീവിതം നയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നു. സദൃശ്യവാക്യങ്ങൾ 20 അധ്യായം 22 ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത് എന്ന് കർത്താവ് കൽപ്പിക്കുന്നത് ഇത് നമ്മെ ഓർപ്പിക്കുന്നതാണ്. ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതണമെന്ന് റോമാലേഖനം 12:17 ദൈവം ഓർപ്പിക്കുന്നു. 40-44 വരെയുള്ള വാക്യങ്ങളിൽ ദയയും ക്ഷമയും ആധാരമാക്കിയുള്ള ഒരു മനോഭാവം ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എപ്പോഴും പാലിക്കുവാൻ യേശു ആഹ്വാനം ചെയ്യുന്നു. അത് വസ്ത്രം കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവൻ ആയാലും ഒരു നാഴിക ദൂരം നടക്കാൻ നിർബന്ധിക്കുന്നവനായാലും ഒരു ക്രിസ്ത്യാനി ക്ഷമയോടെ നേരിടണമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. യാചിക്കുന്നവന് കൊടുക്കണമെന്നും കടം ചോദിക്കുന്നവനെ നിരസിക്കരുത് എന്നും കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. ആവർത്തനം 15 അധ്യായം 7-8 വരെ വായിച്ചാൽ ദരിദ്രന്മാരെ ഉപേക്ഷ വിചാരിക്കാതെ കരുതണമെന്ന് ന്യായപ്രമാണത്തിൽ നൽകപ്പെട്ട കൽപ്പനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. 43-44 വരെയുള്ള വാക്യങ്ങളിൽ കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് കർത്താവ് പ്രസ്താവിക്കുമ്പോൾ ലേവ്യ പുസ്തകം 19 അധ്യായം 18 വാക്യത്തിലെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന പഴയ നിയമ പരാമർശമാണ് ഉദ്ധരിക്കുന്നത്. എന്നാൽ പഴയ നിയമത്തിൽ ശത്രുവിനെ വെറുക്കുക എന്ന കൽപ്പന ഇല്ലെങ്കിലും ചില യഹൂദ വ്യാഖ്യാനങ്ങൾ അത്തരം നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഉദാഹരണമായി സങ്കീർത്തനം 139 നോക്കുക. 21-22 വാക്യങ്ങളിൽ യഹോവേ, നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കേണ്ടതല്ലയോ, നിന്നോട് എതിർത്ത് നിൽക്കുന്നവരെ ഞാൻ വെറുക്കേണ്ടതല്ലയോ, ഞാൻ പൂർണ്ണ ദ്വേഷത്തോടെ അവരെ ദ്വേഷിക്കുന്നു, അവരെ എന്റെ ശത്രുക്കളായി എണ്ണുന്നു എന്ന് കാണുന്നു. എന്നാൽ ക്രിസ്തുയേശുവിന്റെ പുതിയ നിയമ ഉപദേശം യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ശത്രു സ്നേഹം എന്ന കാര്യം തികച്ചും അപ്രതീക്ഷിതവും അവരുടെ പാരമ്പര്യ വിശ്വാസത്തിന് നേർ വിപരീതവുമാണ്. ഇത് ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിന്റെ ദയയും കൃപയും ശത്രു സ്നേഹവും വെളിപ്പെടുത്തുന്ന കൽപ്പനകളാണ്. ശത്രുക്കളായിരുന്നവർക്ക് വേണ്ടി അവർ വിശ്വസിച്ച് പാപമോചനം പ്രാപിക്കുവാൻ ദൈവം സ്വന്തം ജീവൻ നൽകി എന്നത് തന്നെയാണല്ലോ സുവിശേഷത്തിന്റെ സന്ദേശം. യേശുവിന്റെ ഈ വാക്യങ്ങൾ ക്രൈസ്തവ ജീവിതത്തിന്റെ ഒരു അടിത്തറയാണ്. ശത്രു സ്നേഹവും അഹിംസയും ദയയും ദീർഘക്ഷമയും ഒക്കെ ക്രിസ്തു ശിഷ്യന്മാരുടെ മേൽ പകരപ്പെടുന്ന ക്രിസ്തുവിന്റെ ആത്മാവിനാൽ ക്രിസ്തുവിന്റെ ദിവ്യ സ്വഭാവത്തിൽ അവർ കൂട്ടാളികളാകുന്നതിന്റെ ഭാഗമാണ്. 45-48 വരെയുള്ള വാക്യങ്ങളിൽ സ്വർഗസ്ഥനായ ദൈവത്തിന്റെ മക്കൾ ആയിത്തീരുന്ന ഓരോരുത്തരും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നും യഥാർത്ഥ ക്രിസ്തു ശിഷ്യന്മാർ തങ്ങളുടെ ശത്രുക്കളെ പോലും സ്നേഹിച്ച് അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അതിലൂടെ സ്നേഹമാകുന്ന ദൈവത്തിന്റെ സ്വഭാവത്തെ തങ്ങളിലൂടെ പ്രദർശിപ്പിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. ദൈവം നീതിമാന്മാർ അഥവാ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ മേൽ മാത്രമല്ല, ദൈവത്തെ പകയ്ക്കുന്ന ദുഷ്ടന്മാരുടെ മേലും മഴയും വെയിലും അതായത് ജീവൻ നിലനിർത്തുവാനുള്ള സകലതും പ്രദാനം ചെയ്യുന്ന കാര്യം കർത്താവ് ഓർപ്പിക്കുന്നു. ചുങ്കക്കാരും ജാതികളും ചെയ്യുന്ന പോലെ തന്നെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാലോ, തന്നെ വന്ദനം ചെയ്യുന്നവരെ മാത്രം തിരിച്ചു വന്ദനം ചെയ്താലോ ദൈവത്താൽ പ്രതിഫലം ലഭിക്കുകയില്ല എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ലേവ്യ പുസ്തകം 19 അധ്യായം 2 വാക്യം ഉദ്ധരിച്ച് കർത്താവ് പറയുന്നത്, സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ എന്നാണ്. ദൈവത്തിന്റെ വിശുദ്ധിക്ക് ഒത്തവണ്ണം വിശ്വാസികളുടെ ജീവിതം, വ്യവഹാരം എല്ലാം മാതൃകയാകണം എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.